ഈ ജാതകത്തിൽ 7-ൽ രാഹു വന്നാൽ അങ്ങനെ രാഹു ദശാകാലത്ത് പിന്നെ ഈ കാവുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പരമ്പരയായിട്ട് ഇപ്പം ഈ ഒരു കുഞ്ഞ് നശിപ്പിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവരുടെ പരമ്പര നശിപ്പിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഈ കുട്ടിക്ക് കണ്ണിന് പ്രശ്നങ്ങൾ വരാം, ത്വക്ക് രോഗങ്ങൾ വരാം. കുറച്ചുകൂടെ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞ് സ്ത്രീകൾക്കാണെങ്കിൽ ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾ വരാം. പാമ്പുമേ കാട്ടുമന കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ജ്യോതിഷവും സ്പിരിച്വലും ആത്മീയ വിശ്വാസങ്ങളും മുന്നിലേക്ക് കൊണ്ടുപോവുകയും ഒരുപാട് പേർക്ക് വഴികാട്ടിയുമായ വിമലാമ്മ ടീച്ചറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ടീച്ചർ ABCയിലേക്ക് സ്വാഗതം. സർ, ഈ പാമ്പുമേ കാവുമന നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം ആൾക്കാരും എന്താ പറയുക, ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മണ്ണാറശാലയോ അല്ലെങ്കിൽ പാമ്പുമേക്കാവോ പോകാറുണ്ട്. ഈ ത്വക്ക് രോഗങ്ങൾ ഇങ്ങനെ പറയുന്ന പല സംഭവങ്ങൾക്കും വിളിച്ചാൽ വിളി കേൾക്കുന്ന പാമ്പുമേക്കാവ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്താണെന്നുള്ളത്? സർപ്പദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ ദൈവങ്ങൾ എന്നാണ് നമ്മുടെയൊക്കെ ഒരു സങ്കല്പം. പ്രത്യേകിച്ചും ഞാൻ ഒരു സർപ്പദേവതാ കുടുംബത്തിൽ, അതായത് എൻ്റെ കുടുംബത്തിൽ നാഗ ആരാധനയുണ്ട്, പ്രത്യേകം ക്ഷേത്രങ്ങളൊക്കെ ഉള്ളതാണ്. അവിടെ നാഗപൂജയുണ്ട്, പ്രത്യേകിച്ചും കന്നിമാസത്തിലായിലൊക്കെ പോലെയുള്ള പ്രത്യേകം നാഗ അനുഗ്രഹവുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പാമ്പുമേക്കാടിനെ കുറിച്ച് പറയാൻ എനിക്ക് വലിയ താല്പര്യമാണ്. അവിടുത്തെ വിശേഷങ്ങൾ പറയാൻ ഒരുപാടുണ്ട്, അത് നമുക്ക് പറയാം. ഏറ്റവും പ്രാധാന്യം അവിടെ ഈ ജാതകവശാൽ, ഇപ്പം ഞാൻ ജ്യോതിഷം കൂടി കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ട് പറഞ്ഞാണ്, ഈ ജാതകത്തിൽ 7-ൽ രാഹു വന്നാൽ അങ്ങനെ രാഹു ദശാകാലത്ത് പിന്നെ ഈ കാവുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പരമ്പരയായിട്ട് ഇപ്പം ഈ ഒരു കുഞ്ഞ് നശിപ്പിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവരുടെ പരമ്പര നശിപ്പിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഈ കുട്ടിക്ക് കണ്ണിന് പ്രശ്നങ്ങൾ വരാം, ത്വക്ക് രോഗങ്ങൾ വരാം. കുറച്ചുകൂടെ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞ് സ്ത്രീകൾക്കാണെങ്കിൽ ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾ വരാം, യൂട്രസിന് ബ്ലീഡിങ് അതുപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം വരാം. ഇങ്ങനെയൊക്കെ വരുന്നതിന് നമ്മൾ പ്രശ്നം എടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുന്ന ഇവർക്ക് നാഗദോഷങ്ങളുണ്ട് അല്ലെങ്കിൽ രാഹുദോഷമുണ്ടെന്നാണ് പറയുക. അപ്പം നമ്മൾ പെട്ടെന്ന് നിങ്ങൾ അടുത്തുള്ള നക്ഷത്രങ്ങളാണ് നമ്മൾ. അപ്പം ഏറ്റവും പ്രാധാന്യമുള്ള, അതായത് ശിവഭഗവാന്റെ കഴുത്തിലെ വാസുകിരാജൻ ഇരിക്കുന്ന എന്ന് സങ്കല്പിക്കുന്ന ശിവഭഗവാനാണല്ലോ മഹാദേവൻ, ആ മഹാദേവൻ്റെ കഴുത്തിലെ വാസുകിരാജൻ ഇരിക്കുന്ന ആ ക്ഷേത്രം അവിടെ തന്നെ പൊയ്ക്കോളൂ. അവിടെ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ അനുഗ്രഹം കിട്ടിയവർ ഒരുപാട് പേര് പോയി നമ്മളെ ഒന്ന് പറഞ്ഞു വിട്ടാൽ, ഇപ്പം ഞാൻ 30 വർഷത്തോളമായി ഈ ഒരു മേഖലയിലായിട്ട്. അപ്പം ആദ്യകാലത്തൊക്കെ നമുക്ക് കുറച്ച് ഇങ്ങനെ പറഞ്ഞു വിട്ടാൽ ഇവർ അടുത്ത ടീമിൽ വേറൊരാളാണ് വരിക, ടീച്ചറെ ഞങ്ങൾ അവർ പറഞ്ഞിട്ടാണ് വന്നത്, പക്ഷേ ടീച്ചർ അന്ന് അവിടെ പറഞ്ഞു വിട്ടിട്ട് നല്ല ഫലം ഉണ്ടായി കിട്ടും എന്ന് ഇങ്ങനെ പോയവർ, അനുഭവം കിട്ടിയവർ പറയുന്ന ഒരു അനുഭവ സാക്ഷ്യത്വം പിന്നെ നമുക്കും കിട്ടിയിട്ടുണ്ട്. ഞാനും പോയിട്ടുണ്ട്. ഇപ്പോൾ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കാണെങ്കിലും ത്വക്ക് രോഗങ്ങൾക്കൊക്കെ ആണെങ്കിലും അവിടെ നാഗരാജാവുണ്ട്, നാഗയക്ഷിയമ്മയുണ്ട്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആടിയ എണ്ണ, അവിടുത്തെ വിളക്കിലെ ആടിയ എണ്ണ നമുക്ക് പ്രസാദമായിട്ട് തീർത്ഥം തരുന്നത് പോലെ തന്നെ തരും. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നക്കാൻ പാടില്ല എന്ന് വരെ പറയും. അതായത് അത്ര പോലും നമ്മുടെ നാവ് തൊട്ട് അശുദ്ധമാക്കാൻ പാടില്ല, ഇങ്ങനെ സേവിക്കാനേ പാടുള്ളൂ, എന്നിട്ട് നമ്മൾ ദേഹത്ത് പുരട്ടാനേ പാടുള്ളൂ. കാരണം നമ്മൾ തീർത്ഥാണെങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ ചുണ്ട് മുട്ടിക്കില്ലേ, ഇല്ല, അദ്ദേഹം പറഞ്ഞ അത്ര പുണ്യമായിട്ടാണ് പറയുക. ഇങ്ങനെ നമ്മൾ സേവിച്ചോളൂ, കാരണം അതത്ര ദിവ്യ ഔഷധമായിട്ടാണ് പറയുക, ഭയങ്കര ഫലമാണ്. അതുപോലെ തന്നെ ഈ ആടിയ എണ്ണ വാങ്ങിക്കൊണ്ടുപോയിട്ട് നമ്മൾ ഇങ്ങനെ ആ വ്രണമുള്ളിടത്ത് അതുപോലെ ത്വക്ക് രോഗങ്ങളൊക്കെ എടുത്ത് പുരട്ടിയാൽ എങ്ങനെയാണ് ഇതിന് മാറ്റം വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതിന് പരിഹാരമായിട്ട് നമ്മൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് പോകുന്നാൽ അപ്പം നമ്മളൊരു പ്രാർത്ഥനയും ചെല്ലാൻ പറയും. നിങ്ങളവിടെ പോയിട്ട് നാഗരാജാവിനോടും നാഗേക്ഷിയമ്മയോടും, അകത്തൊന്നും കയറാൻ എല്ലായ്പ്പോഴും പറ്റില്ല, വൃശ്ചിക മാസത്തിലാണ് അവിടെ ഏറ്റവും പ്രധാനം. അതും എല്ലാവർക്കും കയറാൻ പറ്റില്ല. വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ കർക്കിടകം 32-ന് കയറാം, അതുപോലെ കന്നിമാസത്തിൽ ആയില്യത്തിന് കയറാം. എന്നൊക്കെ ഭയങ്കര തിരക്കുമായിരിക്കും. രാവിലെ 9 മണി തൊട്ട് 5 മണി വരെ ഉള്ളൂ. പിന്നെ മലയാള മാസങ്ങളിൽ 1-ാം തീയതി കയറാം. പക്ഷെ അതിന് തന്നെ അവിടെ അങ്ങോട്ട് കയറുമ്പോഴേ അറിയാം അത്ര തിരക്കാണ്. അത്ര തിരക്കെന്ന് പറഞ്ഞാൽ അവിടെ പ്രവേശന കവാടം തൊട്ടുള്ള ഭയങ്കര തിരക്കാണ്. അപ്പം എന്നാലും അവിടെ ചെന്ന് കദളിപ്പഴം, മഞ്ഞൾപ്പൊടി, എണ്ണ
ഇതാണ് ഏറ്റവും. പിന്നെ കരിക്ക് കൊടുക്കും. ഓരോരുത്തരും അവരുടെ സങ്കല്പങ്ങൾ അനുസരിച്ചിട്ട് വഴിപാട് കൊടുക്കും. ഇപ്പം ഈ ത്വക്ക് രോഗമായിട്ട് ഒരാൾ വന്നാൽ നമ്മൾ എത്ര പറയുക, നിങ്ങൾ കുറച്ച് മഞ്ഞപ്പൊടിയും കദളിപ്പഴവും വാങ്ങി അവിടെ സമർപ്പിക്കുക. പിന്നെ വളരെ ഇത് ഇങ്ങനെ നിങ്ങൾ അറിയാതെ ഇങ്ങനെ കാവൊക്കെ വിട്ട് നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ദോഷങ്ങളുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു നാഗത്തെ വാങ്ങിച്ച് അവിടെ വച്ച് നമ്മൾ പ്രായച്ചിത്തം ചെയ്യുമെന്ന് പറയും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, നമ്മൾ അറിഞ്ഞ് ചെയ്യണതല്ലല്ലോ, അറിയാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവിടെ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിച്ച് പോരൂ എന്ന് പറയും. കാരണം അവിടെ വയ്ക്കുമ്പോൾ ഒന്നിലും തൊട്ട് തൊഴാനൊന്നും പാടില്ല, ഇവിടെ വച്ച് സമർപ്പിച്ച് പോരാൻ പറയും. സന്താനങ്ങളില്ലാത്തവർ സന്താന ഭാഗ്യത്തിനായിട്ട് ഈ തൊട്ടിൽ കിട്ടും. അതുപോലെ തന്നെ അവിടെ ഇപ്പം ഇവിടെ അവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ ഒരാൾ ഇരുന്നിട്ട്, നമ്മൾ അമ്മയെ കാണാനെന്നാണ് പറയുക. അപ്പം മണ്ണാർശാലയിലെ അമ്മയെ കാണുന്ന പോലെ ഇവിടെ അവിടുത്തെ അന്തർജനത്തിനെ കാണാൻ നമ്മൾ ബുക്ക് ചെയ്തിട്ട് അവിടെ ഇരിക്കും. അപ്പം നമ്മൾ കാണാനുള്ളവർ വിളിക്കുമ്പോൾ ആ അമ്മ പറയും, ഇങ്ങനെ ഞങ്ങൾ എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പം അമ്മ പറയും ശരി, ആയിക്കഴിഞ്ഞാൽ കദളിപ്പഴം കൊണ്ടൊരു തുലാഭാരം കഴിക്കാമെന്ന് പ്രാർത്ഥിച്ചോളൂ. അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് അപ്പോൾ എന്താണോ തോന്നുന്നത്, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത് അമ്മയ്ക്കൊരു ദിവ്യത്വം ഉണ്ടല്ലോ, ആ അമ്മ പറയുന്നതനുസരിച്ചിട്ട് കുട്ടിയെ കൊണ്ടായി കഴിയുമ്പോൾ ചെന്ന് ചെയ്യും. അതുപോലെ മറ്റ് അസുഖങ്ങൾക്ക് പോയിട്ടും ഇതൊക്കെ ചെയ്തു. കദളിപ്പഴം കൊണ്ട് തുലാഭാരം, അതുപോലെ തന്നെ കുഞ്ഞിനെ അവിടെ ചോറ് കൊടുക്കാമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പാൽപ്പായസ ഹോമം, സർപ്പബലി എല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓരോരോ വഴിപാടുകളാണ്. പക്ഷെ എന്ത് പറഞ്ഞാലും നമുക്ക് ആ ക്ഷേത്ര വളപ്പിലേക്കൊന്ന് കടന്നാൽ, ആ വളപ്പിൻ്റെ ആ മൂല തിരിയുമ്പോൾ തൊട്ടും ആ മാളയ്ക്കടുത്താണിത്. ആ മാളയ്ക്കടുത്ത് ആ പമ്പുമേക്കാട് മനയുടെ അടുത്തെത്തുമ്പോൾ മുതലേ നിശബ്ദമായ ഒരു അന്തരീക്ഷം. കാരണം വണ്ടി പോലും ഹോണടിക്കില്ല. അങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ അശുദ്ധി ഒന്നും പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്ഷകരാജൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അദ്ദേഹം അവിടുത്തെ ഒരു സ്വാമിക്ക്, ഒരു നമ്പൂതിരിക്ക് ദർശനം കൊടുത്തതാണല്ലോ. ഇത് വളരെ ദാരിദ്ര്യം കൊണ്ട് വിഷമിച്ച് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ഭജനം ഇരുന്നതാണ്. ഭജന ഇരുന്ന് വീട്ടിലെ ദാരിദ്ര്യമുണ്ട്, മന്ത്രസിദ്ധിയും പൂജാസിദ്ധിയും ഒക്കെ ഉണ്ട്. പക്ഷെ ആരെങ്കിലും വന്ന്, അന്നൊക്കെ അധികം പണമൊന്നും കൊടുക്കാറില്ലല്ലോ, ഇപ്പോഴത്തെ ചോദിച്ചു വാങ്ങിക്കാം. പക്ഷെ അന്നിങ്ങനെ ചോദിച്ചാലും കിട്ടാനൊന്നുമില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ കുറച്ച് ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് അവിടുത്തെ മൂത്ത കാരണവർ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ 12 ദിവസത്തെ കൊണ്ട് വ്രതം എടുത്തു എന്നാണ് പറയുന്നത്. ഇത് ഐതിഹ്യമാണ്. എന്തായാലും ആ തീരുന്നതിൻ്റെ, വ്രതം തീരുന്നതിൻ്റെ, അതും ശരിക്കും പറഞ്ഞാൽ ഭജനം ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. അത് ഭയങ്കര നമ്മൾ ഭഗവാനായിട്ട് അങ്ങോട്ട് സമർപ്പിക്കുന്നതാണ്. വേറെ അതിൻ്റെ ഇടയിൽ വേറൊരു ചിന്തകളുമില്ല. തിരുവഞ്ചിക്കുളം മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ച് അവിടെ തന്നെ ഇരിക്കുക, അവിടെ നിന്ന് ഭക്ഷണം എന്താ വെച്ചാൽ കഴിക്കുക, അവിടുത്തെ നെയ്യ് സേവിക്കുക, അങ്ങനെയാണ് വ്രതം, ഭജന. അങ്ങനെ ഇരുന്ന് തലേ ദിവസം കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വിഷമമുണ്ട്. കാരണം നാളത്തോടുകൂടി ഭജന തീരും, എന്തോ ഇതുവരെ ഒന്നും മുന്നിൽ കണ്ടില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ല കുളത്തിൽ ചെന്നപ്പോൾ, അത് കുറച്ച് നേരത്തെ ഉള്ള സമയത്താണ്, 3 മണിയൊന്നും ആയിട്ടില്ല. അപ്പോൾ പുലർച്ചെ സമയം തെറ്റി അദ്ദേഹം കുളത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഇപ്പോൾ വരേണ്ട ഇപ്പോൾ എന്താണ്, ഇപ്പോൾ വന്നത് എന്താ? അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണം ചെയ്തു. ഒരു പുരുഷ രൂപത്തിലാണ് ദർശനം കൊടുത്തത്, ദിവ്യരൂപമായിരുന്നു, പുരുഷ രൂപത്തിലാണ് ദർശനം കൊടുത്തത്. അങ്ങനെ സംഭാഷണങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ പറഞ്ഞു ശരി, ഇങ്ങനെ ആരാണ് അവിടുന്ന്, അപ്പം അറിഞ്ഞാലെന്താ ഗുണം, അല്ല ഒന്നിങ്ങനെ പിന്നെ. അപ്പം മാണിക്യം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കാരണം അവിടെ നല്ല പ്രഭയാണ്. അപ്പോൾ കണ്ടിട്ടില്ല. കണ്ടാലോ? നല്ലതാണ്, കണ്ടാൽ വലിയ ആഗ്രഹമുണ്ടെന്ന് കാണണമെന്ന്. എന്നാൽ ശരി, കാണിച്ചു കൊടുത്തു. മാണിക്കൊക്കെ അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റും. പക്ഷേ ഇദ്ദേഹത്തിന് ആ 2 പേരും വെച്ചാൽ കൂടെയുള്ളത് ആരാ? ദിവ്യത്വമുള്ള. അപ്പോഴും ആളെ പറയുന്നില്ല. അത് കഴിഞ്ഞ് മാണിക്യം കൊടുത്തു. പറഞ്ഞു കാണിച്ചു തരാം. അപ്പം ഞാൻ കണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷം, എന്തെന്നില്ലാത്ത സന്തോഷം. പക്ഷേ എനിക്ക് എൻ്റെ രാജാവിനെ കൂടി ഒന്ന് കാണിച്ചാൽ കൊള്ളാമെന്ന് ഉണ്ട്. അദ്ദേഹത്തെ ഒന്ന് കാണിക്കാൻ അനുവാദം തരികയാണെങ്കിൽ ഇതൊന്ന് കാണിച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന് തരാം. കാരണം അദ്ദേഹം ഇതൊക്കെ വലിയ ആഗ്രഹമുള്ള ആളാണ്. അപ്പോഴും കുടുംബത്തിൽ കൊണ്ടുവന്നും പത്നിയെയും കൊച്ചുങ്ങളെയൊന്നും കുട്ടികളെയൊന്നും കാണിക്കണം, അല്ലെങ്കിൽ സഹോദരങ്ങളെ കാണിക്കണം എന്നല്ല. ആ ഇത് രാജ്യം നന്നാവുമല്ലോ പിന്നെ എന്നുള്ള വെച്ചിട്ട്, അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ ആ പ്രദേശം മുഴുവൻ നന്നാവുമല്ലോ എന്ന് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ ശരി, തിരിച്ചു കൊണ്ടുവന്ന് തരുമല്ലോ അല്ലേ,
തീർച്ചയായിട്ടും കൊണ്ടുവന്ന് തരുന്നതായി. അങ്ങനെ സാമൂതിരിയാണ് അവിടെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് ഇത് കിട്ടി. കണ്ടപ്പോൾ അറിയാലോ, രാജാവ് ആ ഒരു സമുദ്രത്തിൽ ഭയങ്കര സന്തോഷം കൊണ്ട് പറഞ്ഞു, ഇതിവിടെ ഇരുന്നോട്ടെ, എന്താ വെച്ചാൽ നമുക്ക് അതിന് വില കൊടുക്കാം, എത്ര വെച്ചാൽ പറഞ്ഞോട്ടെ. അയ്യോ, അതെനിക്ക് പറ്റില്ല, ഇത് തരുമ്പോൾ പ്രത്യേകം പറഞ്ഞിരുന്നു തിരിച്ചെത്തിക്കണം, ഞാനിവിടെ കാത്തു നിൽക്കും, തിരിച്ചു കൊണ്ടു തരണമെന്ന് പറഞ്ഞു. എനിക്ക് തന്ന ആ ദിവ്യ തേജസ് ആരാണെന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് തിരിച്ചു കൊടുക്കണം, അവിടുന്ന് മാപ്പാക്കണം. മനസ്സോടെ വാക്ക് പാലിക്കണമല്ലോ. അങ്ങനെ കൊടുത്തു, തിരിച്ചു കൊടുത്തു. അങ്ങനെ പോന്നു, ഇവിടെ വന്നു.